ഒരു വ്യക്തി ദൈവത്തിനു വേണ്ടി നിന്നാൽ മതി. ആ വ്യക്തിയെ വെച്ചുകൊണ്ട് ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുവാനിടയായിത്തീരും. ദൈവവചനം പഠിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ അവരൊക്കെ നിന്നത് അവരുടെ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷന്റെ നടുവിലായിരുന്നു. പരാജയം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെയാണ് ദൈവം വിളിക്കുവാനിടയായി തീർന്നത്, ദൈവം തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം വിളിച്ചിട്ട് ദൈവം ആരാണെന്ന് അവരിലൂടെ ദൈവം തെളിയിക്കുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ കൈമാറുവാൻ ശക്തമേറിയ ദൈവിക നിയോഗമുണ്ട്. നിങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആ വേർഡിനെ നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഒരു ആമേൻ പറഞ്ഞോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. ആ ദൈവിക വിളിയിലേക്ക്, ആ ദൈവിക പർപ്പസിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ആരൊക്കെ നിങ്ങളുടെ മുൻപിൽ എതിരെ നിന്നു കഴിഞ്ഞാലും, ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ചലഞ്ചിങ് സിറ്റുവേഷനായി കടന്നു വന്നു കഴിഞ്ഞാലും, അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നിന്റെ മുൻപിൽ ഏറിയ നാളുകൾ നിലനിൽക്കാതെ ദൈവത്തിന്റെ കരം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവം നൽകിത്തരുന്ന ശക്തമേറിയ ദൈവശബ്ദം ഇതാണ്: ദൈവത്തിനു വേണ്ടി നിൽക്കുക, എഴുന്നേൽക്കുക. ദൈവിക പദ്ധതികൾ നിങ്ങളിൽ കൂടെയും നിങ്ങളുടെ കുടുംബത്തിൽ കൂടെയും നിങ്ങളുടെ മക്കളിൽ കൂടെയും ഈ സീസണിൽ ദൈവം ചെയ്തെടുക്കുവാനിടയായിത്തീരും. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഓർക്കുക, ദൈവത്തോട് കൂടെ എഴുന്നേൽക്കുന്നവന്റെ കൂടെ ദൈവം എഴുന്നേൽക്കുവാനിടയായിത്തീരും. ദൈവത്തോടുകൂടെ ചലിക്കുന്നവന്റെ കൂടെ ദൈവം ചലിക്കുവാനിടയായിത്തീരും. ഈ സമയത്ത് ആരൊക്കെ നിന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവം നിന്നോട് കൂടെ നിൽക്കുവാനിടയായിത്തീരും. ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിനു വേണ്ടി നിന്നത് കാരണം ഒറ്റപ്പെടലിന്റെയും നിന്ദയുടെയും അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ നിന്റെ ജീവിതത്തിന്മേൽ ദൈവം ആരാണെന്ന് ഈ സീസണിൽ നിന്നെ വെച്ച് തെളിയിക്കുമെന്ന് പറഞ്ഞാൽ ആ ദൂതിനൊരു ആമേൻ പറയാൻ നിനക്ക് പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ ഈ ജൂൺ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിന്റെ ദൈവം ആരാണെന്ന് നിന്നിലൂടെ തെളിയിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് വിളിക്കുമ്പോൾ അവനൊരു മകനുണ്ടായിരുന്നില്ല. എന്നാൽ അവനോട് ദൈവം ആ വാഗ്ദത്തം നിറവേറുന്നതിന്റെ 25 വർഷം മുൻപ് അവനോട് അരുളി ചെയ്യുവാനിടയായി തീർന്നു: നീ വലിയ ജാതിയാകുമെന്ന്, നിന്നാൽ ദേശങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. പക്ഷേ കഴിഞ്ഞ 25 വർഷം പ്രത്യക്ഷമായി അവന്റെ ജീവിതത്തിന്മേൽ ഒരു ദൈവപ്രവൃത്തി അവൻ കണ്ടില്ല. ഇന്ന് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിന് അനുകൂലമായി ഒരു ദൈവപ്രവൃത്തി പോലും നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്: ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, ആ ദൈവത്തോട് കൂടെയാണ് നിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചതെങ്കിൽ, നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവകരം ഈ സീസന്റെ മേൽ നീ കണ്ടിരിക്കും. ചിലരെ നോക്കിക്കൊണ്ട്
ശക്തമേറിയ ദൈവികാലോചന കൈമാറുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കേട്ട വാഗ്ദത്തങ്ങൾ നിറവേറാത്തത് കാരണം ആമേൻ വിശ്വാസം നഷ്ടപ്പെട്ട് ഭവനത്തിലിരിക്കുന്ന ചിലരുണ്ട്. ആമേൻ ഓഫീസുകളിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന പല വ്യക്തികളുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇതാണ്: ദൈവത്തിന്റെ പക്കൽ എത്ര വാഗ്ദത്തമുണ്ടോ എങ്കിലും അത് ഉവ്വ് എന്നാകുന്നു, അത് ആമേൻ എന്നാകുന്നു. അത് നിന്റെ ജീവിതത്തിന്മേൽ ഈ സീസന്റെ മേൽ നിറവേറി കാണുക തന്നെ ചെയ്യും. വാഗ്ദത്തങ്ങളുടെ മേൽ കാലതാമസം കടന്നു വന്നിരിക്കുന്ന ഈ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ശാസിക്കപ്പെടുകയാണ്. വലിയ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നിന്നെ ഈ സീസണിൽ കൈ പിടിച്ച് ഉയർത്തുന്ന അനുഭവം നിനക്ക് കാണുവാൻ പറ്റും. അതിനുവേണ്ടി റെഡിയായിക്കോ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശക്തമേറിയ ഒരു ദൈവശബ്ദം എന്റെ പക്കൽ ദൈവം വരവേൽപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ? ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റം കൊണ്ടുവരുവാനിടയായിത്തീരും. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അതിന് ഞാൻ അവരോട്, നെഹമ്യാവ് പറയുന്ന പദങ്ങളാണ്, തനിക്കെതിരെ നിൽക്കുന്ന ചില വ്യക്തികളോട് നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആമേൻ. അടുത്ത പദം ഇപ്രകാരമാണ്: ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. നെഹമ്യാവ് കഴിഞ്ഞ നാളുകളിൽ പ്രവാസത്തിലായിരുന്നു. പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് കടന്നു വന്ന് യെരൂശലേമിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയേണ്ടതിനു വേണ്ടി അവൻ കടന്നു വരുമ്പോൾ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ നെഹമ്യാവിനെതിരെ നിൽക്കുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് നെഹമ്യാവ് പറയുന്ന പദങ്ങളാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന: സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഈ വേർഡ് തന്നെയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ആത്മനിറവോടുകൂടി ഞാൻ കൈമാറുന്നത്. എത്ര വലിയ ഇടുങ്ങിയ സാഹചര്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും, എത്ര വലിയ അസാധ്യത്തിന്റെ അഗാധത്തിൽ പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിലും, നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാര്യങ്ങളെ ഈ സീസണിൽ സാധിപ്പിച്ചു തരും. അർത്ഥാൽ നിന്റെ തല കുനിയുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ അസാധ്യത്തിന്റെ നടുവിൽ ദൈവം മിണ്ടാതിരിക്കുകയില്ല എന്ന് ചുരുക്കം. നിന്റെ അസാധ്യത്തിന്റെ നടുവിൽ നിനക്കു വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം എന്റെ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഞാനിത് പറയുമ്പോൾ പല വ്യക്തികൾ അസാധ്യത്തിന്റെ നടുവിൽ കടന്നുകൊണ്ട് ഇനി മുൻപിൽ ഒരു വെളിച്ചം പോലുമില്ല, ഇരുളും മാത്രമാണ് എന്റെ ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് ആഴത്തിൽ അവൻ നിലവിളിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഈ ദൂതിനെ കൈമാറുകയാണ്. ദൈവത്തോട് കൂടെയാണ് നിന്റെ സ്റ്റെപ്പുകൾ വെച്ചതെങ്കിൽ, ദൈവമാണ് ഈ സീസണിൽ നിന്നോട് കൂടെ ഉള്ളതെങ്കിൽ, ആ ദൈവം നിന്നെ കൈവിടുന്ന ദൈവമല്ല. നിന്റെ ഏറ്റവും ഇരുട്ടേറിയ അനുഭവത്തിൽ, നിന്റെ ഏറ്റവും ശോധനയേറിയ അനുഭവത്തിൽ, അവൻ ആരും കാണാനില്ല എന്ന് പറയുന്ന ആ ഏകാന്തതയുടെ നടുവിൽ നിനക്കു വേണ്ടി ഇന്ന് പകൽക്കാലം അവൻ തന്റെ ദൂതന്മാരെ അയച്ച് സാധ്യമാകുന്ന ദൈവപ്രവൃത്തികൾ നിനക്കു വേണ്ടി ദൈവം അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വ്യക്തികളുടെ മേലത് സംഭവിക്കട്ടെ. സീസണുകൾ നിങ്ങൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഒരിക്കലും നടക്കുകയില്ലെന്ന് പറഞ്ഞ ചില കേസുകളുടെ മേൽ ദൈവകരം ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് യേശുവിന്റെ നാമത്തിൽ ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും.
ഹല്ലേലൂയ. നെഹമ്യാവിന്റെ ജീവിതത്തിന്മേൽ പല വ്യക്തികൾ അവനെതിരായി നിന്നുവെങ്കിലും അവന്റെ നോട്ടം ദൈവത്തിലായിരുന്നു. ആ ദൈവത്തിൽ അവൻ അടിയുറച്ചു വിശ്വസിച്ചത് കാരണം അവന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ഇന്ന് തളർന്നും വാടിയും ഇരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ എഴുന്നേറ്റോ. നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം നിന്നോട് കൂടി എഴുന്നേൽക്കും. ദൈവം നിന്നോട് കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്ര വലിയ പണിയാൻ പറ്റാത്ത അനുഭവമാണെങ്കിലും അതിന്റെ നടുവിൽ പുതിയ പണികൾ ദൈവം ചെയ്തെടുക്കും. ഞാൻ വിശ്വാസത്തോടുകൂടി നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൈവിക വേർഡിനെ കൈമാറുകയാണ്. അവൻ കഴിഞ്ഞ നാളുകളിൽ പണി വഴിക്കുവെച്ച് മുടങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ മേൽ ഒരു പുതിയ തുടക്കം എന്റെ ദൈവം അവൻ ചെയ്യുകയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അവൻ പല വ്യക്തികൾ അവരുടെ നിരാശയിലാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം കേട്ടു, ദൈവിക വാഗ്ദത്തം കേട്ടു, ഒന്നും നടന്നില്ല. ഇനി വല്ലതും നടക്കുമോ എന്നുള്ള സംശയത്തോടുകൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ സംശയിക്കണ്ട. നീ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ ഒന്ന് എഴുന്നേറ്റു വന്നോ, പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റു വന്ന് നിന്നോട് കൂടെ ദൈവം ചലിച്ചിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ആലോചന പറയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഇന്ത്യൻ സമയം രാത്രി 9 മണി തൊട്ട് 10 മണി വരെ സൂമിൽ ഞാൻ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ കൈമാറുന്നതായിരിക്കും. അവൻ നെഹമ്യാവ് പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ പണിയും. ഇത് തന്നെയാണ് നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റും, നിനക്ക് പണിയാൻ പറ്റും. ദൈവത്തിന്റെ വചനം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവൻ അന്ധകാരം ഭൂമിയെയും അവൻ കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ എല്ലാവരും നിരാശയിലേക്ക് കടന്നുപോയാലും, എല്ലാവരും ഡാർക്ക്നെസ്സിലേക്ക് കടന്നുപോയാലും, നീ എഴുന്നേറ്റ് നിന്നാൽ ദൈവം നിന്നോട് കൂടെ ചലിക്കും. ദൈവം നിന്നിൽ പ്രകാശിക്കുവാനിടയായിത്തീരും. അവിടം കൊണ്ടും ദൈവവചനം പറയുന്നത് തീരുന്നില്ല, അവിടം കൊണ്ടും കാര്യങ്ങളൊന്നും തീരുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, ജാതികളും രാജാക്കന്മാരും നിന്നിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി കടന്നു വരുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പറയപ്പെട്ട ഈ വചനങ്ങൾ ചിലരുടെ ജീവിതത്തിന്മേൽ ഈ ആഴ്ചകൾ തീരുന്നതിന് മുമ്പ്, വെറും 2 ദിവസം തീരുന്നതിന് മുമ്പ് പ്രത്യക്ഷമായി അത് നടന്നു കാണും. വിശ്വസിച്ചോ? ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കുവാനിടയായിത്തീരും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ദൈവം ഇവരോട് കൂടെയുള്ളതിനാൽ ഇവർ അസാധ്യത്തിന്റെ നടുവിൽ സാധ്യതകൾ കാണും. അവൻ രോഗത്തിന്റെ നടുവിൽ അത്ഭുത സൗഖ്യം കാണും. അവൻ ദാരിദ്ര്യത്തിന്റെ നടുവിൽ സമ്പത്ത് ഇവർ കാണും. കാരണം ദൈവമാണല്ലോ കൂടെയുള്ളത്. ഈ ദിവസങ്ങളിൽ ദൈവം അതിനെ തെളിയിക്കാൻ പോകുന്നതായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂൺ മാസം 15, 16 ഈ ശനിയും ഞായറും ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന പാസ്റ്റർ അനിൽ അടൂർ നമ്മളോടൊപ്പം ശുശ്രൂഷിക്കുവാനുണ്ട്. ഞങ്ങൾ ദൈവദാസന്മാരും കൂടെയുണ്ട്. ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അവിടുത്തെ സമയം 10:30 തൊട്ട്
12:30 വരെയാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മെനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്ന മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് ചെയ്യുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.